ഇവിടെ നമസ്കാരം. ഈ തൊപ്പിയിട്ടവനും താടി വെച്ചവനും അല്ലെങ്കിൽ മദ്രസയിൽ പഠിക്കുന്നവനും ഒക്കെ തീവ്രവാദികളാണ്, മനുഷ്യരെ അന്യമതസ്ഥരെ കൊന്നൊടുക്കുന്ന ആൾക്കാരാണ് എന്നൊക്കെയുള്ള ഒരു ധാരണയാണ്. പക്ഷെ ഞാൻ ഒരുപാട് മദ്രസയിൽ പഠിച്ച ഒരു വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ മാതാപിതാ ഗുരു ദൈവം അല്ലെങ്കിൽ ഇന്ത്യ എന്ന മഹാരാജ്യം അല്ലെങ്കിൽ നമ്മൾ ചൊല്ലിപ്പിടിച്ച പ്രതിജ്ഞകളും മദ്രസയിൽ നിന്ന് പഠിച്ച കാര്യങ്ങളുമൊക്കെ നമുക്ക് അറിയാത്താനും. അതുകൊണ്ട് തന്നെ എൻ്റെ അയൽവാസി ഹൈന്ദവനോ ക്രൈസ്തവനോ ആകട്ടെ, ഞങ്ങൾ തമ്മിൽ അത്തരത്തിലുള്ള ഒരു വർഗീയമായ പരാമർശമോ എന്തെങ്കിലും മതത്തിൻ്റെ പേര് പറഞ്ഞുള്ള മുറിപ്പെടുത്തലുകളോ അല്ലെങ്കിൽ അവനെക്കൊണ്ട് ഒരു തക്ബീർ വിളിപ്പിക്കലോ അല്ലെങ്കിൽ അവൻ എന്നെക്കൊണ്ട് ശ്രീരാമനെ വിളിപ്പിക്കലോ എൻ്റെ വീട്ടിലെ കലത്തിൽ ഇറച്ചി വേവുന്നതോ നോക്കാനുള്ള സമയം ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കതിനുള്ള മനസ്സുമില്ല. പക്ഷേ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ ഭിന്നിപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ട് ചില മുതലെടുപ്പുകൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ആവാസമായിട്ടും നരനായാട്ടായിട്ട് മാത്രമേ എനിക്കതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, പല പ്രാവശ്യം പറഞ്ഞു, ആവർത്തന വിരസതയാണ്. എങ്കിൽ തന്നെയും ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് തീർച്ചയായിട്ടും അറിയാം, നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു ആറ്റം ബോംബാണ് ഈ വർഗീയത എന്നുള്ളത്. നമ്മുടെ രാജ്യത്തെ കണ്ടുവച്ച ബ്രിട്ടീഷുകാർക്കറിയാം, തീർച്ചയായിട്ടും നമ്മളുടെ മതസൗഹാർദ്ദത ഉണ്ടെങ്കിൽ ഈ ഭാരതത്തെ ഒന്നും ചെയ്യാൻ അവർക്ക് സാധിക്കില്ല എന്നുള്ളത്. കാര്യം, 3 മതങ്ങളും ഒരുമിച്ച് നിന്നാൽ ആറ്റം ബോംബിനെയും തിരിച്ചു വിടാനുള്ള ബുദ്ധിയും ശക്തിയും ഭാരതീയ മക്കൾക്കുണ്ട് എന്നറിയാം. നേരെ മറിച്ച് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരുപറ്റം ഹൈന്ദവർ മാത്രമായാൽ എന്താവും അവസ്ഥ? അതേപോലെ ക്രൈസ്തവർ മാത്രമായെങ്കിലോ, അതല്ല ഇനിയിപ്പോൾ മുസൽമാന്മാർ മാത്രമാണെങ്കിലോ ഈ ഭാരതത്തിലുള്ളത്? തീർച്ചയായിട്ടും ചെവിക്ക് പിടിച്ചെറിഞ്ഞിട്ട് ഇവിടെ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് ആൾക്കാർക്ക് ഇന്നും കൊതിപൂണ്ടിരിപ്പുണ്ട്. അതിൻ്റെ പരിശ്രമങ്ങളാണ് ഇന്ന് നമ്മൾ നേരിടുന്ന ഈ വർഗീയത എന്നത്. വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇത്തിരി കള്ളു കുടിച്ച് അല്ലെങ്കിൽ മദ്രസയിൽ പഠിച്ചവനെല്ലാം തീവ്രവാദിയാണെങ്കിൽ ഞാനും തീവ്രവാദിയാകണം, നിങ്ങളങ്ങനെ വിളിക്കണം. അല്ലെങ്കിൽ എനിക്ക് ഈ ചിന്ത പോകില്ല. മദ്രസയിൽ പഠിപ്പിച്ച ഒരു അധ്യായം കൊണ്ടാണ് തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ ഈ ഭാരതം ഇങ്ങനെ പോകുന്നത്. പിന്നെ പേരെടുത്ത് പറയുന്നില്ല, ഭാരതത്തിലെ ചുറ്റുപാടെടുത്ത് നോക്കിയാൽ യു-പിയിലും അതേപോലെ തന്നെ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന കേരളത്തിലേക്കും ഓപ്പോസിറ്റ് ഒരു സമുദായക്കാരനെ കണ്ടാൽ അവൻ തീവ്രവാദിയായിട്ടും അല്ലെങ്കിൽ അവൻ നരഭൂജിയൊക്കെ ആയിട്ട് തോന്നുമെങ്കിലും ഈ മദ്രസയിൽ പഠിപ്പിച്ച തൊപ്പിയിട്ടവൻ്റെ തൊപ്പി മാറ്റാനും മക്കനെയിട്ട അവരുടെ വസ്ത്രങ്ങൾ മാറ്റാനും അല്ലെങ്കിൽ ആ പെണ്ണിനെ അങ്ങാടിയിൽ കൊണ്ടുവന്ന് അവനൊന്ന് ആസ്വദിക്കാനും ഒക്കെ ഇന്ന് മറ്റു സമുദായങ്ങൾക്കല്ല മറ്റു സമുദായങ്ങളുടെ പേരിൽ നടക്കുന്ന നരഭൂജികൾക്ക് ഭയങ്കര സന്തോഷമാണ്, ഒരാഗ്രഹമാണ്. നമ്മുടെ ഈ പെണ്ണുങ്ങളൊക്കെ അത്യാവശ്യം നമ്മുടെ ഈ സ്വർണം എന്ന് പറയുന്ന സാധനം കണ്ണാടിച്ചിട്ട് അതിനകത്തൊരു ചെറിയ ഡെപ്പിയിട്ട് അതിനകത്തൊരു വർണ്ണ പേപ്പറൊക്കെ ഇട്ട് സൂക്ഷിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പവിത്രത നമുക്ക് മനസ്സിലാവുന്നത്. അതങ്ങനെ സൂക്ഷിച്ചാൽ അത്യാവശ്യം അങ്ങനെ സൂക്ഷിക്കേണ്ട ഒരു സാധനമാണ്. അല്ലാതെ ഏതെങ്കിലും ചന്തയിൽ കൊണ്ടുവച്ച് തുറന്നു വെച്ച് കണ്ട ഈച്ചയൊക്കെ അടിച്ചിട്ട് നാട്ടിലുള്ള മുഴുവൻ ഈച്ചയും വന്നിരുന്ന് പല്ലിയും ബാക്കിയെല്ലാം നക്കി തുറന്നിട്ട് കൊടുത്തിട്ട് അത് വാങ്ങി കഴിച്ച് വയറിളക്കം പിടിക്കുന്നവനടിക്ക്, അത് ആസ്വദിക്കുന്നവനടിക്ക് ഈ സ്വർണത്തിൻ്റെ കാര്യമോ അല്ലെങ്കിൽ അതിൻ്റെ പവിത്രതയോ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ തുറന്നിട്ട് നടക്കാനാണ് പെണ്ണുങ്ങൾക്കും ഇഷ്ടം. ആയിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. ഏതെങ്കിലും മിച്ചം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭാവി വരനായിട്ടുള്ളവന് കൊടുക്കുക, തൃപ്തിയായി രണ്ടുപേരും ജീവിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. എനിക്ക് അതിനപ്പുറം മറ്റൊന്നും പറയാനില്ല. അവനവൻ്റെ യുക്തിയാണ്, ഒരു പെണ്ണിൻ്റെ മാനമാണ് അവരുടെ സൗന്ദര്യം. അത് വിറ്റുപോയാൽ അത് നാട്ടുകാർക്ക് ഇട്ടുകൊടുത്ത് കുറച്ച് ലൈക്കിനും കുറച്ച് റീൽസിനും വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടാൽ നിനക്കൊക്കെ എന്താ കിട്ടുക എന്ന് വെച്ചാൽ മേടിച്ചു കൊടുക്കുക. അത് മനസ്സിലായി? ഒരു സാധനത്തിനെ അത് പൊതിഞ്ഞ് ഭദ്രമായിട്ട് വെക്കുമ്പോഴാണ് അതിനൊരു അഴകുള്ളത് അല്ലെങ്കിൽ ഒരു പവിത്രതയുള്ളത്. തുറന്നിട്ടാൽ പോയില്ലേ? ഓക്കെ, അപ്പോൾ അത് ഒന്നുമല്ല വിഷയം. ഇപ്പോൾ നമ്മുടെ ഈ രാജ്യത്ത് കുറച്ചാൾക്കാർ മറ്റു സമുദായത്തിനെ മത തീവ്രവാദികളാക്കിക്കൊണ്ട് മദ്രസ ജീവികളാക്കിക്കൊണ്ട് വർഗീയവാദികളാക്കിക്കൊണ്ട് ഒരു പറ്റം സമുദായത്തെ അടച്ചാക്ഷേപിക്കുമ്പോൾ ഇന്ന് എനിക്ക് ഇസ്ലാം മതത്തിനോട് ഒരുപാട് ഇഷ്ടം തോന്നുന്നു. ഞാൻ ഈ ഒരു മതത്തിൽ ജനിച്ചതിൽ അഭിമാനം കൊള്ളുന്നു. തീർച്ചയായിട്ടും മരണകാലം വരെയും അതിൽ ജീവിക്കാനും അതിൻ്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനും തീർച്ചയായിട്ടും എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ അങ്ങനെ തന്നെ മരണപ്പെടട്ടെ. സർവശക്തൻ അതിന് എനിക്ക് ഒരവസരം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം ഈ കാണിക്കുന്ന തോന്നിയവാസങ്ങൾ, അതായത് ഏതെങ്കിലും ഒരുത്തനെ പിടിച്ചിട്ട് രാമൻ ശ്രീരാമ ശ്രീരാമ എന്ന് പറഞ്ഞ് വിളിയട എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു വടി കൊണ്ട് അവൻ്റെ തലക്കടിച്ച് അല്ലെങ്കിൽ അവൻ ഇച്ചിരി ആഹാരം കഴിച്ചതിൻ്റെ പേരിൽ അവനെ തല്ലിക്കൊന്ന് അങ്ങനെ ഏതെങ്കിലും ഒരു മുസൽമാനെ വഴിയിൽ പിടിച്ചു നിർത്തി അവനെ കൊണ്ട് അവൻ്റെ വസ്ത്രങ്ങൾ അഴിപ്പിച്ച് അല്ലെങ്കിൽ അവനെ അടിച്ച് അവശനാക്കി ശ്രീരാമ എന്ന് വിളിപ്പിച്ചാൽ ഒരു ശ്രീരാമ ഭക്തനാവുമോ? അല്ലെങ്കിൽ ഒരു ഹിന്ദു സമുദായമായി അവൻ വിശ്വസിക്കുമോ എന്നുള്ള ഒരു കാര്യമാണ്.
കാര്യം നമ്മളേവരും മനസ്സിൽ അറിഞ്ഞ് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രപഞ്ചനാഥനുണ്ട്, എൻ്റെ ശിവൻ എനിക്ക് വലുതാണ്, എൻ്റെ പടച്ചവൻ എനിക്ക് വലുതാണ്, അല്ലെങ്കിൽ എൻ്റെ യേശു എനിക്ക് വലുതാണ്. അതിൻ്റെ പവിത്രതകൾ മനസ്സിലാക്കി വരുമ്പോഴാണ് അവനൊരു സത്യവിശ്വാസിയാവുന്നത്, അല്ലെങ്കിൽ അവനൊരു മതം ഉണ്ടാവുന്നത്. അപ്പം നിൻ്റെയൊക്കെ നമ്മൾ ഈ പറയുമ്പോൾ ഏതെങ്കിലും ഒരു അച്ഛനെ കാണിച്ചു തന്നിട്ട് നിൻ്റെ അച്ഛനാടാ എന്ന് പറയുമ്പോൾ ആരെങ്കിലും വിശ്വസിക്കുമോ? അല്ലെങ്കിൽ 4 അടി കൊടുത്തു കഴിഞ്ഞാൽ വിശ്വസിക്കുമോ? ഇല്ല. അത് എൻ്റെ അച്ഛനാണെന്ന് പണ്ട് മുതലേ എനിക്ക് വിശ്വാസമാണ്, അല്ലെങ്കിൽ അതൊരു ദത്തുപുത്രനായി പോകും. പറഞ്ഞ് മനസ്സിലായി. അപ്പം അതുകൊണ്ട് വേറൊരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു വഴികൂടെ പോകുന്ന ഒരു ഹൈന്ദവനെ ഈ കുറച്ച് ടീമുകൾ ചെയ്യുന്നത് പോലെ അത് കാണുമ്പോൾ ഭയങ്കര തമാശയാണ്, ഒരർത്ഥത്തിൽ മനസ്സിന് വേദനയുണ്ട്. ഏതെങ്കിലും വഴികൂടെ പോകുന്ന ഒരുത്തനെ പിടിച്ച് നിർത്തിയിട്ട് ഷഹാദത്ത് കലിമ എന്ന് പറയുന്ന മുസ്ലിം ആവാനുള്ള മിനിമം 3 വാക്കുകൾ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, പ്രപഞ്ചനാഥനായ അള്ളാഹു ഒരുവനാണ്, അവൻ്റെ റസൂലാണ് തിരുനബി എന്നുള്ളത് 3 പ്രാവശ്യം ചൊല്ലുക. അതേപോലെ വെറും ചൊല്ലലല്ല, 3 പ്രാവശ്യം ചൊല്ലുക. അതേപോലെ പൊന്നാനിയിൽ കൊണ്ടുപോയി പിന്നെ പെണ്ണിനെ കുളിപ്പിച്ചും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ്റെ സുന കട്ട് ചെയ്തിട്ടും, ഈ 3 കാര്യങ്ങൾ പൊന്നാനി കൊണ്ടുപോയി പെണ്ണിനെ കുളിപ്പിച്ച് ഷഹാദത്ത് കലിമ ചൊല്ലി കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹൈന്ദവ സഹോദരനെയോ ക്രൈസ്തവ സഹോദരനെയോ പിടിച്ചുകൊണ്ടുപോയി സുന പാതി വെച്ച് കട്ട് ചെയ്തതുകൊണ്ടോ, അല്ലെങ്കിൽ ഷഹാദത്ത് കലിമ 3 പ്രാവശ്യം ചെല്ലിച്ചതുകൊണ്ടോ ഒരു കാരണവശാലും ഇസ്ലാം എന്ന ആ ഒരു അധ്യായത്തിലേക്ക് കടക്കാൻ അവർക്ക് സാധ്യമല്ല. അങ്ങനെയുള്ള ഒരു മത മനുഷ്യനെ ദൈവത്തിന് ആവശ്യവുമില്ല. ഇപ്പോൾ മുസൽമാനാണെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും ഇസ്ലാം കാര്യം ഈമാൻ കാര്യം പഠിച്ചില്ലെങ്കിൽ അവൻ മുസ്ലിം അല്ല. കാരണം എന്താ? അവൻ്റെ പ്രപഞ്ചനാഥൻ ഏകനാണെന്നും അവൻ്റെ തിരുനബി റസൂലാണെന്നും മനസ്സുകൊണ്ട്, അതായത് മനസ്സിൽ ഉറച്ച് നാവുകൊണ്ട് 3 പ്രാവശ്യം അത് ഉച്ചരിക്കുമ്പോൾ മാത്രമാണ്, സ്വയമായി ഉച്ചരിക്കണം. അവന് മനസ്സിലായി, കമലാ സുറയ്യയെ പോലെ അല്ലെങ്കിൽ മൈക്കിൾ ജാക്സനെ പോലെ തന്നെ അതിനെ അറിഞ്ഞ് ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ അവൻ ആ ഒരു മതത്തിലേക്ക് കടക്കുകയുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരുത്തൻ്റെ സുന അല്പം കട്ട് ചെയ്തുകൊണ്ട് ഒരിക്കലും ഒരു മുസൽമാൻ എന്ന പേരിട്ടുകൊണ്ടോ ഒരിക്കലും ഒരു മുസൽമാൻ ആവില്ല എന്ന് ആദ്യം പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക. അതേപോലെ തന്നെ നിങ്ങൾ എത്ര തല്ലി പഠിപ്പിച്ചാലും ഒരു ശ്രീരാമനെ വിളിച്ചുകൊണ്ട് അവൻ 4 അടി കൊണ്ട് ചിലപ്പോൾ വിളിച്ചു പോകും ശ്രീരാമാണ്, അതുകൊണ്ട് നിങ്ങൾക്കൊരു ആശ്വാസവും കിട്ടും, ശരിയായിരിക്കാം. പക്ഷേ ഒരിക്കലും ശ്രീരാമനെ അവൻ വെറുത്തിട്ടല്ലാതെ അങ്ങനെ ഒരു ദൈവത്തിന് വേണ്ടിയിട്ട് പൊങ്കാലയിടുന്ന കുറച്ച് വേട്ടപ്പട്ടികൾക്ക് മുന്നിൽ ഗതി കെട്ടുകൊണ്ട് അങ്ങ് വിളിച്ചു പോകുന്നു, ശരി തന്നെ. പക്ഷേ ഒരിക്കലും ശ്രീരാമൻ എന്ന് പറയുന്ന ഒരാളെ ഒരു ദൈവമായിട്ടോ അല്ലെങ്കിൽ അവൻ്റെ ഒരു ആശ്രയമായിട്ടോ ഒരിക്കലും അവൻ കാണുകയില്ല. വെറുക്കപ്പെട്ട ഒരു മതമായും അതിലെ പ്രജകളായും അതിലെ കിങ്കരന്മാരായും മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിവിടെ പറയാതെ വയ്യ. ഏതെങ്കിലും ഒരു സ്ത്രീയെ പിടിച്ചിട്ടിട്ട് അവളുടെ പൂർണ്ണ ഗർഭിണിയാണെങ്കിൽ തന്നെയും അവളെ ചെന്നിട്ട് റേപ്പ് ചെയ്ത്, അതുകൂടാതെ അവളുടെ ഭ്രൂണം, അവളുടെ ഗർഭാശയം ശിവൻ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ത്രിശൂലം വെച്ച് കീറിപ്പൊളന്ന് അതിലെ കുഞ്ഞിനെ എടുത്ത് കലി തീരാതെ വീണ്ടും പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കാണിച്ച സംസ്കാരം, അത് ഇരുകാലികളായ നാൽക്കാലികളായ മനുഷ്യർ എന്ന് വേണമെങ്കിൽ പറയാം, നായാട്ട് നടത്തിയവന്മാർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അത്തരത്തിൽ തീർച്ചയായിട്ടും എന്തുകൊണ്ട് ഈ മുസ്ലിങ്ങൾക്ക് തീർച്ചയായും പ്രതികാരം ചെയ്തുകൂടാ? എന്താണ് ചെയ്യാത്തവർ? അതാണ് ഇസ്ലാമുമായിട്ട് ഞാൻ ഇന്നും വിശ്വസിക്കുന്നതും എനിക്ക് കൂടുതലും എനിക്ക് അതിനുമായിട്ടുള്ള ഇഷ്ടം വർദ്ധിക്കാനുള്ള കാരണം ആ ഒരൊറ്റ കാരണം കൊണ്ടാണ്. കാരണം എന്താ? ഇന്ന് ഇന്ത്യ മഹാരാജ്യം ഇങ്ങനെ നിൽക്കില്ലായിരുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ ഈ ഇങ്ങനെയുള്ള ക്രൂര കൃത്യങ്ങൾ ചെയ്യുമ്പോൾ തിരിച്ചവർക്ക് ഇട്ട് കൊടുക്കുന്ന പണി, ഇപ്പം എന്നെ ഒരുത്തൻ വെട്ടിക്കഴിഞ്ഞാൽ ഒന്നേ എൻ്റെ മകൻ കയറി പണി. ഇസ്രായേൽ അല്ലെങ്കിൽ ഫലസ്തീനുകൾ ഇന്നും തിരിച്ചടിക്കാൻ കാരണം എന്താണ്? അവരുടെ മതത്തിന് വേണ്ടി, അവരുടെ രാജ്യത്തിന് വേണ്ടി, അവരുടെ ദേവാലയത്തിന് വേണ്ടിയിട്ട്, അവരുടെ മരിച്ചുപോയ മക്കൾക്ക് വേണ്ടിയിട്ട്, ഭാര്യകൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടി, അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് വേണ്ടി ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുന്ന, ഇസ്രായേലിനോട് ശകലം മണ്ണ് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ വിജയിച്ചാൽ മതി. പക്ഷെ അതിൻ്റെ 1000 ഇരട്ടി പ്രതികാരമാണ് തീർച്ചയായിട്ടും ഫലസ്തീനിന് കിടക്കുന്നത്. അവരെ ഒരു കാരണവശാലും തളർത്താൻ, മരണം കൊണ്ട് പോലും തളർത്താൻ നിങ്ങൾക്കാവില്ല എന്നുള്ളത് വേറെ സത്യം. അപ്പോൾ പച്ച വർഗീയത പറയുകയല്ല, എൻ്റെ മതത്തെ ഞാൻ വിശ്വസിക്കുന്നു, അതിനെ ആരാധിക്കുന്നതിൻ്റെ കാരണം ഈ ഒരൊറ്റ കാര്യം, എനിക്ക് ഇച്ചിരി അടുത്ത ബാറിൽ ചെന്നാൽ വെള്ളം കിട്ടും, എനിക്ക് വേണമെങ്കിൽ മേടിച്ച് കഴിക്കാം, അല്ലെങ്കിൽ എൻ്റെ രാജ്യത്തെ ഒറ്റുകൊടുത്ത് മറ്റേതെങ്കിലും ഒരു സമുദായക്കാരനെ കയറിയിട്ട് അവനെ വെട്ടി ഇല്ലാതാക്കാം, അവൻ്റെ ഭാര്യയെ വിധവയാക്കാം, അല്ലെങ്കിൽ അവൻ്റെ കുഞ്ഞുങ്ങളെ അനാഥമാക്കാം, അല്ലെങ്കിൽ ഇത്രയും നാൾ വളർത്തിയ ആ മാതാപിതാക്കൾക്ക് മക്കളെ നഷ്ടമാക്കാം. എന്ത് പ്രയോജനമാണ്? ഞാനൊന്ന് വെട്ടിക്കഴിഞ്ഞാൽ എന്നെ എവിടെയെങ്കിലും ഇട്ട് അവൻ്റെ മക്കളോ അവൻ്റെ ബന്ധുക്കളോ അവൻ്റെ പാർട്ടിയോ അവൻ്റെ കൂട്ടുകാരോ തീർച്ചയായിട്ടും പണിഞ്ഞിരിക്കും എന്നുള്ളത് ഒരു സംശയമല്ല. പക്ഷേ ഇപ്പോഴും ഈ മതത്തിൻ്റെ പ്രസക്തി എടുത്തു പറയാനുള്ള കാരണം, നിങ്ങളെ ഓപ്പോസിറ്റ് ഒരു ടീം ആക്രമിക്കുകയാണെങ്കിൽ, അതായത് ഈ ഭ്രൂണഹത്യ നടത്തിയ ചില നരാധമന്മാർ നമ്മൾ കണ്ടതാണ്, പക്ഷേ അതിനെക്കുറിച്ചിട്ടൊന്നും ആരും ചർച്ചകളില്ല. പക്ഷേ ആ നരാധമന്മാർ അങ്ങനെ നടത്തിയപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ടീം, അതായത് ഇരകൾ, വേണമായിരുന്നെങ്കിൽ ഇതിൻ്റെ ചെയ്തവനെ പിടിച്ചിട്ട് തലവെട്ടുകയോ അല്ലെങ്കിൽ അവൻ്റെ ഭാര്യയോ മക്കളെയോ റേപ്പ് ചെയ്യുകയോ, അതല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുഞ്ഞുമക്കളെ കൊന്നൊടുക്കുകയൊക്കെ അവൻ്റെ വീടിന് തീയിടുകയോ അവൻ്റെ ദേവാലയത്തിന് നശിപ്പിക്കുകയോ ഒക്കെ ചെയ്യാമായിരുന്നു.
ബാബരി പള്ളി പൊളിച്ചപ്പോഴും ഒരമ്പലം പൊളിച്ചിട്ടില്ല. പറഞ്ഞു മനസ്സിലായി. അപ്പോൾ അതേപോലെ തന്നെ ഗുജറാത്തിൽ ഒരുപാട് ആൾക്കാരെ കൊന്നൊടുക്കിയപ്പോഴും ഈ കേരളത്തിലും അല്ലെങ്കിൽ തിരിച്ച് പ്രതികാരത്തിന് ചെന്നിട്ടില്ല. പിന്നെ ഗോധറ തീവെപ്പ് എന്ന് പറയുന്ന ഒരു സംസ്കാരം, അതിലും തീർച്ചയായിട്ടും ഞാനത് അനുകൂലിക്കുന്നില്ല. കാരണം ഇസ്ലാം മതത്തിൽ പഠിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഒരു മനുഷ്യനെയല്ല, ഒരു ഉറുമ്പിനെ പോലും തീ വെച്ച് കൊല്ലാൻ, എന്തിൻ്റെ പേരിലാണെങ്കിലും തീ വെച്ച് കൊല്ലാനുള്ള അധികാരം ഇന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു ഉറുമ്പിനെ പോലും എൻ്റെ വീട്ടിൽ കരിക്കാറില്ല. പറഞ്ഞു മനസ്സിലായി. അപ്പം അങ്ങനെ ഉള്ള ഒരു യഥാർത്ഥ മതവിശ്വാസിക്ക് അല്ലെങ്കിൽ ഒരു മുസൽമാന്, ഒരു മദ്രസയിൽ പഠിച്ചവന് ഒരിക്കലും ഗോധറയിലുണ്ടായ സംഭവത്തെ തുടർന്ന് ആ ഭോഗിക്ക് തീ വെക്കാനോ, അതല്ലെങ്കിൽ അന്യമതസ്ഥൻ്റെ വൈഫിനെ വെട്ടി തുണ്ടമാക്കാനോ, റേപ്പ് ചെയ്യാനോ, അല്ലെങ്കിൽ അവൻ്റെ കുഞ്ഞുങ്ങളെ നിറമായിട്ട് നടത്താനോ, അല്ലെങ്കിൽ അവൻ്റെ പക്ഷി മൃഗാദികളെ കൊന്നൊടുക്കാനോ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അത് അക്രമിയാണെങ്കിൽ പോലും, അതായത് നമ്മളെ കൊല്ലാൻ വന്ന ഒരുത്തൻ്റെ ഭാര്യയാണെങ്കിലും മാതാവാണെങ്കിലും വയസ്സായവരാണെങ്കിലും അവരെ കൊല്ലാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. പറഞ്ഞു മനസ്സിലായി. അപ്പം അതുകൊണ്ടാണ്. അപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ അടങ്ങിയിരിക്കും, അവരൊന്നും ചെയ്യില്ല, നമുക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം എന്നുള്ള ഒരു വക്രബുദ്ധിയാണ് ചില ടീംസിൻ്റെ ഈ നെകളിപ്പും ഈ വർഗീയ കൊലപാതകങ്ങളും കാര്യങ്ങളൊക്കെ. അവരൊന്ന് ചിന്തിച്ചാൽ മതി തിരിച്ച്. ഇവർക്കൊന്നും ചെയ്യാൻ അറിയാൻ വയ്യാത്തത് കൊണ്ടല്ല. ആ ഇസ്ലാമിൻ്റെ മതത്തിൻ്റെ അല്ലെങ്കിൽ മദ്രസയിൽ പഠിപ്പിച്ച അല്ലെങ്കിൽ പ്രവാചകൻ പഠിപ്പിച്ച ആ വചനങ്ങളും ആ ക്ഷമയും ആ ഒരൊറ്റ കാര്യത്തിൻ്റെ പേരിൽ മാത്രമാണ് ഇന്ന് മുസൽമാന്മാർ കുടിക്കാത്തതും അല്ലെങ്കിൽ വാളെടുക്കാത്തതും പക പോക്കാത്തതും മറ്റു സഹോദരികളെ റേപ്പ് ചെയ്യാത്തതും. അപ്പോൾ ഈ ഒരു കാര്യം മാത്രമേ എനിക്കിവിടെ പറയാനുള്ളൂ. കാരണം എല്ലാവരും മനുഷ്യർക്കെല്ലാം പ്രതികാരമുണ്ട്. മനുഷ്യനെ പടയ്ക്കുമ്പോൾ ദൈവത്തോട് ചോദിച്ചു, നമ്മുടെ ഭൂമിയിൽ ചോരപ്പുഴ ഒഴുക്കുന്ന സ്വയം വെട്ടിമരിക്കുന്ന ഈ മനുഷ്യരെ എന്തിനാണ് ദൈവം എന്നെങ്കിലും സൃഷ്ടിക്കുന്നതെന്ന്. അപ്പോൾ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളെപ്പോലെ അല്ല അവർക്ക് വാശിയുണ്ട്, വൈരാഗ്യമുണ്ട്, കാമമുണ്ട്, ജീവിതമുണ്ട്, അതേപോലെ ഒരുപാട് കാര്യങ്ങൾ. ഇതിലെല്ലാം ശേഷം പരസ്പരം കൊടുത്തും കൊണ്ടും സഹിച്ചും ഉടുത്തും ഒക്കെ പരസ്പരം സഹകരിക്കാനാണ് ഈ ലോകത്ത് മതത്തെയും മതമില്ലാത്തവനെയും പിന്നെ അന്ധനെയും പൊട്ടനെയും പണമുള്ളവനും ഇല്ലാത്തവനും ദാരിദ്ര്യവാസിയും എല്ലാം ഉണ്ടാക്കിയിട്ടേക്കുന്നത്. പരസ്പരം സഹകരിച്ച് ജീവിച്ച് അവൻ്റെ ആവശ്യങ്ങൾക്കിടയിൽ ഒരു നേരം ഓക്സിജൻ ഫ്രീ ആയി തരുന്ന, ഏകദേശം 1800 രൂപ ഒരു സിലിണ്ടറിനുണ്ട് ഓക്സിജനെങ്കിൽ, ജനിച്ചം മുതൽ ഇന്ന് വരെയും ഔദാര്യമായി നമുക്ക് ശ്വസിക്കാൻ അവസരം തരുന്ന പ്രപഞ്ചനാഥന് നന്ദി അർപ്പിക്കുന്നവൻ ആര്? ആ ഒരു പരീക്ഷണാർത്ഥത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ പഠിച്ച മതത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരും പ്രത്യേകിച്ച് എനിക്കൊരു പേടിയില്ല. കാരണം എന്താ അറിയോ, ഇത്രയൊക്കെ കൊലപാതകങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെ നടക്കുമ്പോഴും ഇതൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ പിന്നെ സീതയെ കെട്ടുകൊണ്ട് പോകുന്നതും രാവണൻ്റെ പിന്നെ ചരിത്രങ്ങളും അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ പണ്ട് ചരിത്രങ്ങളും അല്ലെങ്കിൽ സൗദി അറേബ്യയുടെ മദ്യത്തിൻ്റെ പുഴ ഒഴുകിപ്പോയി സംഭവങ്ങളും വ്യഭിചാരങ്ങളും, പെണ്ണ് ജനിച്ചാൽ തലക്കടിച്ചു കൊല്ലുന്ന കാട്ടറബികളും ഒക്കെ ഉള്ള ഒരുപാട് ചരിത്രങ്ങൾ മുൻപുണ്ടായിട്ടുണ്ട്. ഏകദേശം 40 ഒട്ടകത്തിൻ്റെ പുറത്ത് അദ്ദേഹത്തിൻ്റെ താക്കോൽ കൂട്ടം മാത്രം വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു രാജാവും നമ്മുടെ ചരിത്രങ്ങളിൽ പറയുന്നുണ്ട്. അവനെ നശിപ്പിച്ചതും നമ്മുടെ ചരിത്രങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ ചരിത്രങ്ങൾ ഉണ്ടായിട്ടുള്ള നമ്മുടെ ഈ ലോകത്ത് ഏകദേശം ഏതെങ്കിലും ഒരു മുഖ്യന്മാരെ കണ്ടോ, ഏതെങ്കിലും ഒരു സംഖ്യയോ കൊങ്കിയോ കണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർഗീയവാദിയായിട്ടുള്ള നരജീവികളായിട്ടുള്ള സുഡാപ്പികളെ കണ്ടോ? സുഡാപ്പി എന്ന് പറഞ്ഞാൽ 2-3 അർത്ഥത്തിലുള്ള സുഡാപ്പികളുണ്ട്, 2-3 അർത്ഥത്തിലുള്ള സംഖ്യകളുണ്ട്, 2-3 അർത്ഥത്തിലുള്ള മുസൽമാന്മാരുണ്ട്, 2-3 അർത്ഥത്തിലുള്ള ഹൈന്ദവരുണ്ട്, 2-3 അർത്ഥത്തിലുള്ള ക്രൈസ്തവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി പറയുകയാണ്, കയ്യൂക്കുള്ളവൻ കാര്യക്കാരനൊക്കെയാണ്, പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു അന്ത്യം വരാനുണ്ട്. വളരെ സന്തോഷപരമായിട്ടുള്ള ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു നിർത്താം തൽക്കാലം. കാര്യം ഈ വൃത്തികെട്ട വിചാരവുമായി നടക്കുന്ന ഇച്ചിരി കള്ളൊക്കെ മോന്തി തലയ്ക്ക് പിടിച്ച് ഏതെങ്കിലും നെഞ്ചത്ത് കയറി അവൻ്റെ ഭാര്യയെ റേപ്പ് ചെയ്യാനും, അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളിയുടെ നാഴികക്കല്ല് ഉടയ്ക്കാനും, ഏതെങ്കിലും പള്ളിയെ തകർക്കാനും, ഏതെങ്കിലും മുസൽമാനെ വെട്ടാനും, അല്ലെങ്കിൽ ഏതെങ്കിലും ഹൈന്ദവനെ പണിയാനും ഒക്കെ നടക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഈ മുസൽമാനോട് ഇത്രയും വലിയ വൈരാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. അത് ഏകദേശം 1400 വർഷം മുന്നേ പ്രവാചകൻ പറഞ്ഞ കാബ എന്ന് പറയുന്ന ആ മുസ്ലിങ്ങളുടെ പുണ്യ ആദ്യത്തെ പള്ളി അത് പൊളിക്കപ്പെടും. അത് ഈ നാട്ടിലെ നമ്മുടെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിന്നെ സംഘിയോ അല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടിലുള്ള ഇച്ചിരി ഉഷിരുള്ളവനോ മസിൽ പവർ ഉള്ളവനോ ഒന്നുമല്ല. തുർക്കിക്കാരനായിട്ടുള്ള ഒരു കുള്ളൻ മനുഷ്യനാണ് കാബ എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ ആദ്യ ആരാധനാലയം പൊളിച്ചെടുക്കുന്നത്. അത് ഈ ശത്രുക്കളെല്ലാം ചേർന്ന് വരിവരിയായി നിന്ന് കടലിലേക്ക് ഓരോ ഇഷ്ടികകളും എറിയുന്ന ഒരു സംഭവം വരാനുണ്ട്. അപ്പോൾ ഇത്രയും ദീർഘമായ ഒരു
ആ പ്രവചനം ഞങ്ങൾക്ക് തന്ന പ്രവാചകൻ അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ചനാഥൻ, പ്രവാചകൻ വേറെ പ്രപഞ്ചനാഥൻ വേറെ. അപ്പം അതുകൊണ്ട് ആ പ്രപഞ്ചനാഥനെയും അവൻ തന്ന ഈ ഒരു മതത്തെയും അതിൻ്റെ വിശ്വാസത്തെയും ഇന്നും പുലുകുകയാണ്, വിശ്വസിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ അതിനകത്ത് ക്ഷമ എന്ന ഒരു അധ്യായം ഒരുപക്ഷെ മദ്രസയിൽ അല്ലെങ്കിൽ എനിക്കോ എൻ്റെ സമുദായത്തിലോ പകർന്നു കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ സമാധാനത്തെ പാറിപ്പറക്കുന്ന ഒരു പതാകയും ഇന്ന് ഉണ്ടാവില്ലായിരുന്നു. പരസ്പരം വെട്ടിമരിക്കുന്ന ഒരു സാഹചര്യമായി മാറിയേനെ. അപ്പം അത് ഉണ്ടാകാതിരിക്കാനായിരിക്കാം ഒരുപക്ഷെ പ്രപഞ്ചനാഥൻ അങ്ങനെ ഒരു അലർട്ട് അവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ മതം സമാധാനത്തിൻ്റെ മതമാണെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. നിഗളിക്കുന്ന കുറച്ച് നാൽക്കാലികളായ ചില തീട്ടസംഖ്യകളോടും, സംഖ്യകൾ വേറെ ഉണ്ട്, തീട്ടസംഖ്യകളോടാണ് തീർച്ചയായിട്ടും പറയാനുള്ളത്. ഇതൊരു മുന്നറിയിപ്പായി അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വിവരമില്ലാത്തവരുടെ തലയിലേക്ക് തരുന്ന ഒരു ചരിത്രമായി, ഒരു പ്രവചനമായി തൽക്കാലം നിങ്ങളിതിനെ കേൾക്കുക. ഇത്ര മാത്രമേ പറയാനുള്ളൂ.